അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലിക്കലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാൽ ഹൽവ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ പാൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള അലുവയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റാണ്, സിമ്പിളായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഈ ഒരു ഹൽവയുടെ ഈ ഒരു കൂട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഫസ്റ്റ് മിക്സിയിലാണ്. അപ്പോൾ ഇവിടെ 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് മാവ് ഉണ്ടല്ലോ, അത് കറക്റ്റ് 1/2 കപ്പ് എടുക്കുക. ഇതിലോട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് നല്ല കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ പശുവും പാലാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 5 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ അരിഞ്ഞ് കിട്ടില്ല, കാരണം ഏലക്കയുടെ ആ ഒരു തൊണ്ടുണ്ടല്ലോ അതൊക്കെ അതിൽ കാണും. അത് നമുക്ക് സാരമില്ല, നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ അലുവ കുറുക്കിയെടുക്കുന്ന ആ ഒരു പാനിലോട്ട് തന്നെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ നമുക്ക് ഈ ഒരു അരിപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും ആ പാലിൻ്റെയും ഗോതമ്പിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക, കാരണം പാലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ഈ സമയം ഒന്നും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇനി ഇതിലോട്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചേർക്കുന്ന കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഏകദേശം 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പാൽ ഹൽവയിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് നിൽക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാലിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം ഒന്നും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഏറ്റവും ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ കുറുകി കിട്ടണം, അപ്പോഴാണ് കറക്റ്റ് ഒരു അൽവയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയല്ല. കാരണം അങ്ങനെ ചെയ്താൽ ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം മധുരം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് മധുരം ചേർക്കാം. ഞാൻ പിന്നെയും ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൽവയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്താണ്, നമ്മൾ പാൽപേട കഴിക്കില്ലേ, പാൽപേട, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അതായത് ഈ ഒരു പാല് അല്ലെങ്കിൽ പാൽപ്പൊടി, അതൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, പ്രത്യേകതരം ഒരു ഫ്ലേവർ. അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യമെങ്കിലും. വളരെ ഇഷ്ടപ്പെടും. അതുമാത്രമല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയല്ലേ. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് നല്ലതുപോലെ കുറുകി കളറൊന്ന് മാറി വരും. ആ ഒരു കളർ മാറി വരുമ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതായത് ആ നെയ്യ് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് എടുത്ത് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യേ വേണ്ട, സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ സാധാരണ ഹൽവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് നെയ്യുടെ ആവശ്യമുണ്ട്. പക്ഷേ പാൽ ഹൽവ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത്രത്തോളം നെയ്യുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ മൊത്തത്തിൽ എത്രയാണ് നെയ്യ് ചേർത്തിട്ടുള്ളതെന്ന് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്തിട്ടുള്ളൂ. നല്ലതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യൊക്കെ പുരട്ടി ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. കാരണം നെയ്യ് പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹൽവ നമുക്ക് കട്ട് ചെയ്ത് നല്ല ഭംഗിക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാൻ പറ്റും. ഇനി ജസ്റ്റ് ഒരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതായത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഹൽവ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കട്ട് ചെയ്യാം. പക്ഷേ എന്നാൽ പോലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്, അതായത് ഈ ഒരു നമ്മൾ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നേക്കാളും ഒരു 5-6 മണിക്കൂറിന് ശേഷം ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് കമിഴ്ത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൽപേടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും. അത്ര നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ മെയിൽ വഴിയോ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamu alaikum.